അമേരിക്കയിലെ ബാൽറ്റിമോറിലെ ഫ്രാൻസിസ് സ്കോട്ട് പാലം തകർന്നിരിക്കുന്നു. ചരക്ക് കപ്പൽ പാലത്തിലിടിച്ചാണ് പാലം തകർന്നത്. പാലത്തിന് മുകളിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. Yes, sir. Already starting to arrive over here at the FDA headquarters. R62 is an after location now. He just arrived. You can leave on ahead. Mark at 1031. To the 931, go ahead. Yes, sir. Already starting. Mark at 1031. ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ പേടിപ്പെടുത്തുന്ന ഒരു ദൃശ്യങ്ങളാണ്. ഒരു പാലം പൂർണ്ണമായും തകർന്നു വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ചരക്ക് കപ്പൽ പാലത്തിലിടിച്ചാണ് അപകടം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. ജിജിൻ ജയ്പാൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. ജിജിൻ, ഈ ദൃശ്യങ്ങൾ, അതായത് എത്ര അനായാസമാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു പാലം എത്ര പെട്ടെന്നാണ് തകർന്നു വീഴുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ എത്ര പേരെ കാണാതാവുകയും നദിയിൽ എത്ര പേര് വീഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ആ തെരച്ചിൽ നടക്കുന്നു? അപ്പം ഈ അപകടം ഉണ്ടായതിന്റെ കാരണം എന്താണ് യഥാർത്ഥത്തിൽ? പക്ഷേ 1977 നിർമ്മിച്ച ഒരു പാലമാണ് ഈ വിധം തകർന്ന് തരിപ്പണമാകുന്നത്. ഒരു കപ്പൽ പോകുമ്പോൾ കപ്പൽ ആ പാലത്തിൽ തട്ടുന്നു. ആ പാലം അമ്പാടെ തകർന്ന് താഴെ വീഴുകയാണ്. ആ സമയത്ത് അതിലൂടെ വാഹനങ്ങൾ പോവുകയാണ്. മേരിലാൻഡിലെ അത്യാവശ്യം ഏറ്റവും കൂടുതൽ ഗതാഗതമുള്ള ഒരു പാലമാണ്. ആ പാലത്തിലാണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ സമയം 4:30 മണി കഴിഞ്ഞിരിക്കുന്നു. പുലർച്ചെ 4:30 മണി കഴിഞ്ഞിരിക്കുന്നു. 1:30 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിൻ്റെ ആഘാതം എത്രയാണെന്നതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും കൃത്യമായ ഒരു ധാരണയും വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എങ്കിലും വലിയ രീതിയിൽ തന്നെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന സൂചന എന്ന് പറയുന്നത് 7 പേർ വെള്ളത്തിൽ വീണു എന്നതാണ്. വാഹനങ്ങൾ വെള്ളത്തിൽ വീണു എന്നതാണ്. അവർ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഈ പാലം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു 100 മീറ്ററോ 50 മീറ്ററോ ഒന്നുമുള്ള പാലമല്ല ഇത്. ഏകദേശം 1.5 കിലോമീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളം. ആ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ വാണിജ്യ ആവശ്യങ്ങൾക്കടക്കമുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മറ്റ് മേഖല സാമ്പത്തികമായ വിഷയങ്ങൾ കൂടി ബാധിക്കുന്നുണ്ട്. മേരിലാൻഡിലുള്ള ഈ പാതയിലുള്ള കപ്പൽ ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുമുണ്ട്. ശരി, ജിജിൻ ജയ്പാലാണ് വിവരങ്ങൾ നൽകിയത്. ഈ വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ്, എത്ര നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും വരും നിമിഷങ്ങളിൽ, വരും മണിക്കൂറുകളിൽ നമുക്ക് കൂടുതലായി അറിയാൻ സാധിക്കും. അമേരിക്കയിലെ ബാൽറ്റിമോറിലാണ് ഈ സംഭവം ഉണ്ടായത്.